ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ റിഷസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ഇസ്മായിലുമായി കളിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൻ റിവെഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കളി കാണും. വരവേ ഒരൊന്നൊന്നര സ്റ്റൈലായിരിക്കും കുട്ട. അപ്പോൾ നമ്മൾ എന്തായാലും കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കേട്ട് നിങ്ങളെ കളി നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ റൗണ്ട് നമുക്ക് എന്തായാലും പിടിക്കണം, അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് എടുക്കണം. അപ്പോൾ ആൾ അത്യാവശ്യത്തിന് വൺ ടാപ്പ് പ്ലെയറാണ്. പക്ഷെ കഴിഞ്ഞുകൊണ്ടല്ലോ അവർ റേഞ്ച് പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും കുത്തി പിടിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, എല്ലാവരും കുത്തി പിടി പറഞ്ഞാൽ ആരും നാണക്കേട് സൂസൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഗ്രാൻഡ് അടിച്ച് സൂസൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഭാഗങ്ങളിങ്ങനെ കട്ട് ചെയ്യും. ഈ കുത്തിപ്പൊടി അത്രക്ക് മോശമുള്ള കാര്യമൊന്നുമല്ല. തുടക്കം നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. കുത്തി പിടിക്കാത്തതായിട്ട് ഇപ്പോൾ ആരുമില്ല. ഏത് വലിയ യൂട്യൂബർമാരായാലും അത്യാവശ്യം വരുമ്പോൾ അവർക്ക് കുത്തി പിടിക്കാനല്ല വേറെ വഴി ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഇസ്മായിൽ വരെ നമുക്ക് കുത്തി പിടിച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ കുത്തിപ്പൊടി ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കുത്തി പിടിക്കാൻ അവിടെ സ്വിച്ച് ഗരീനെ തന്നിട്ടുണ്ട്. കുത്തിപ്പൊടി ഗരീനൻ്റെ ഒരു നിയമത്തിൽ പറയുന്നുണ്ട് കുത്തിപ്പൊടി പാടില്ല. അപ്പോൾ കുത്തി പിടിച്ച് വെച്ചിട്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, ഒരു നാണക്കേടില്ല. പ്രോ പ്ലേയേഴ്സ് വരെ കുത്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി കളി കാണാം. അപ്പോൾ കുത്തി പിടിച്ച് വെച്ചാൽ യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുത്തിപ്പൊടി എന്ന് കളിയാക്കണമല്ലോ എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം കുത്തിപ്പൊടി ഒരു ചീത്ത ആരാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഒരു 7 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. ലോങ് വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഇത്രക്ക് ലോങ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് ലീഡാണ്. നമ്മൾ രണ്ട് ലീഡിന് മുന്നിലാണ്. ഓക്കെ 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 അപ്പോൾ എന്തായാലും ഹെഡ് എടുത്ത് തന്നെ അടിച്ചിട്ട് കുത്തി പിടിച്ച് ഹെഡ് അടിച്ചത് ഇപ്പോഴത്തെ പ്രശ്നം. കുത്തിപ്പൊടുന്നൊരു മോശമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് വുഡ് ബക്കറും തോമസാണ്. തോമസ് പിന്നെ നമ്മൾ നേരത്തെ എത്തണം. അപ്പോൾ എന്തായാലും ഇതിലൂടെ പോവാം. ചാടിപ്പോൾ സ്ലിപ്പായി അങ്ങോട്ട്. എന്തായാലും ചെക്കൻ വരുന്നുണ്ട് അറിയില്ല. ഇതിലെന്തായാലും ചെക്കന് ഒരു വൺ ടാപ്പ് അടിച്ചിടണം. അത്യാവശ്യത്തിന് പോകണം. എന്നെ നേരത്തെ വൺ ടാപ്പ് അടിച്ച് ഇടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അവനക്ക് പറ്റിയിട്ടില്ല. ഞാൻ SID ഊങ്കോങ്ങിനെ പറഞ്ഞത് അവനവിടെ മറ്റേ എയർ ഡ്രോപ്പ് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും കുത്തി പിടിച്ചോണ്ട് കയറ്റാൻ നോക്കി, പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലൂടെ ചാടി അവനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിൽ നിന്നതിൽ അടി നല്ല ഡാമേജ് എന്നാണ്. ഓക്കെ, ഒരു തുള്ളി ജീവനുള്ള CP-യിലാണ് നമ്മളെ. അവനെ നമ്മളെ M10 തന്നെ കുത്തി പിടിച്ചിട്ടുണ്ട്. സാരല്ല, പോട്ടെ. അപ്പോൾ ചെറിയ ഭാഗങ്ങൾ കട്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അവൻ എയർ ഡ്രോപ്പ് എടുക്കാൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിലൂടെ പോകാൻ നോക്കാം പരമാവധി. ഓക്കെ, മിക്കവാറും ഫ്ലാഷ് എന്തോ പറയാൻ നോക്കുന്നത്. ഫ്ലാഷ് ആണോ എനിക്കറിയില്ല. ഫ്ലാഷ് അല്ല, മറ്റേ പച്ച സാധനം, എൻ്റെ പേര് മറന്നു. എന്തായാലും ഞാൻ വീടിൻ്റെ ഇതിലൂടെ പോയി ഞാൻ അടിക്കാം. ഓക്കെ, എന്തായാലും ഇങ്ങനെ പോവാം. കുറച്ച് നേരം ഇവിടെ നിൽക്കാം. അതിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അറിയാം. കേസ് പറ്റില്ല കേസ്. ഓക്കെ, സോൺ നമ്മൾ പോടും. എന്തായാലും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കേസ്. എന്തായാലും നമ്മളിവിടെ ട്രാപ്പായി തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇറങ്ങി എന്തായാലും അടിച്ചിടും. സോണും വരുന്നുണ്ട്. വേറെ വൈല കേസ്. ഞാൻ ഇറങ്ങി നല്ല അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീടിൻ്റെ മറവുണ്ട്. നന്നായി നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. വൺ ടാപ്പല്ല ഹെഡ് അടിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ വുഡ് ബക്കർ എടുത്ത് ഗൈസ്. സാല ഇത് അവനെ വൺ ടാപ്പ് അടിച്ചിടും ഉറപ്പാണ്. പറ്റുമോ നോക്കാം. ചെക്കൻ വരുന്നുണ്ടോ? ചെക്കന് കാണിയല്ലോ. എയർ ഡ്രോപ്പിൽ നിന്ന് ചാടിയിട്ടുണ്ട്. എന്തായാലും എയർ ഡ്രോപ്പിൻ്റെ അടുക്ക് എന്തായാലും പോവും ഉറപ്പാണ് ഗൈസ്. എയർ ഡ്രോപ്പ് കള്ളനാണ്. അല്ലല്ല, അത് വരുന്നു ഗൈസ്. എന്നോ ഗൈസ് വൺ ടാപ്പ് അടിച്ച് ചെക്കൻ വൺ ടാപ്പ് അടിച്ച് വിട്ടിട്ടുണ്ട്. വുഡ് ബക്കറിനായിട്ട് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങൾ കട്ടാവുന്നുണ്ട്. കാരണം എന്താണ് പറയണില്ല. നമ്മളെ യൂട്യൂബിൽ ഒരുപാട് MB. ഓക്കെ, വീണ്ടും അവൻ ഹെഡ് അടിച്ചിട്ടുണ്ട്. ഇനി 2 റൗണ്ടും കൂടി നമ്മൾക്ക് ലീഡായി നമ്മൾ കളി കഴിഞ്ഞ് പോയ ഗൈസ്. എന്തായാലും ചെക്കനെ പ്രാവശ്യം നമുക്ക് അടിച്ചിടത്തേമ്പ ഫാസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം ഈ പറഞ്ഞാൽ നമ്മൾക്ക് യൂട്യൂബ് ഇടുമ്പോൾ ഒരുപാട് നെറ്റ് ആവശ്യമാണ്. അതിന് ഒരുപാട് ടൈം കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ശരിയായി വരും. നമ്മളെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് കൂടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് സബ്സ്ക്രൈബ് കൂടിയിട്ടാണ് ഒന്ന് വെച്ച് പിടിച്ചാൽ.
അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഇത് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പോയി ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഇപ്പോൾ 7 അവിടെ ഉണ്ട്, നമുക്ക് എന്തായാലും കയറി ചെന്ന് അടിച്ചാൽ നമുക്ക് എന്തായാലും നമുക്ക് കിടന്നിട്ട് പോകാം, ഇല്ലെങ്കിൽ സീനോ അല്ലെ തല പൊളിയും കഴിച്ചു. നമുക്ക് വേഗം അടിയിലേക്ക് ഇറങ്ങാം, ഇല്ല തല പൊളിയും. ഓക്കെ 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 എന്തായാലും നല്ല ഡാമേജ് കൊടുത്തിക്കണേ. അപ്പോൾ ഓക്കെ ഓക്കെ നല്ല ഡാമേജ് സോണിയ. നമ്മളെ സ്പീഡ് പോണ ആ ക്യാരക്ടറിന് ആ പവർ വെച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാല പോട്ടെ, എന്തായാലും 5-3 അല്ല സാല, വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഈ കളി നമ്മൾ പിടിക്കും, ഉറപ്പാണ്. ഇവിടുന്നൊക്കെ അടിയൊക്കെ വരുന്നുണ്ട്. സാല പോട്ടെ, അവിടെ നൈസിൻ്റെ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കാം. അപ്പം എന്തായാലും നമുക്ക് ഇതിലോട്ട് പോവാം. മിക്കവാറും കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പുള്ളിക്കാരനെ കണ്ടിട്ട് നമുക്കത് അപ്പുറത്തൊക്കെ പോകണേ. നിങ്ങൾ കണ്ടിട്ട് കഴിച്ച അത് അവിടെ ചെക്കനെ ഇറങ്ങണ്ട. നമുക്ക് എന്തായാലും നൈസിന് ഇങ്ങോട്ട് വരാൻ കൊടുക്കാം. ഓന കണ്ടെയ്നറിൻ്റെ മേലൊക്കെ കയറുന്നുണ്ട്. എന്തായാലും നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടോ, പെട്ടെന്ന് ഗ്ലൂട്ട് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എന്തായാലും നമുക്ക് അടിച്ചു, നല്ല ഡാമേജ് ഉണ്ട്. മെഡിക്കറ്റ് അടിക്കാൻ ടൈം എടുക്കരുത്. ഓക്കെ, ആണ് ഫാസ്റ്റിൻ്റെ സ്പീഡ് ആ പവർ ഇട്ടിട്ട് എന്തായാലും സാല നമ്മൾ പിടിച്ചിട്ടുണ്ട്. എന്തായാലും 6-3 ഈ ഒരു റൗണ്ടിൽ നമ്മൾ ജയിക്കുകയാണ് ഗൈസ്. എന്തായാലും നമ്മൾ പോയി അടിക്കാൻ നോക്കണം പരമാവധി. ഒരു മെസ്സേജിൻ്റെ സൗണ്ട് എന്നാൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ചെറിയ വാങ്ങൽ കട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം കാരണമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവനെ കാണുന്നില്ല, ഇവിടെ ഓടിയോ അവനെ കാണുന്നില്ല. എന്തായാലും ഓക്കെ, ആഡ്രോപ്പ് അത് മതി ഗൈസ്, ആഡ്രോപ്പ് മതി. അങ്ങനെ എല്ലാ പ്രാവശ്യം ആഡ്രോപ്പ് എടുക്കാൻ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കാത്തിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഗൈസ്. ഓക്കെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ഈ പ്രാവശ്യം പോയാ. അപ്പോൾ എന്തായാലും നമ്മൾ 3 പ്രാവശ്യം പോയി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.